ലോകത്തിലെ ഏറ്റവും വലിയ ഡാറ്റാ സെന്റർ ഇന്ത്യയിൽ സ്ഥാപിക്കാനൊരുങ്ങി മുകേഷ് അംബാനി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയാണ് മുകേഷ് അംബാനി നേതൃത്വം നൽകുന്ന റിലയൻസ് ഇൻഡസ്ട്രീസ്. ഏഷ്യയിലെ തന്നെ സമ്പന്നരിൽ ഒരാളായ അംബാനിയുടെ കമ്പനി ഒന്നോ രണ്ടോ മേഖലകളിൽ പ്രവർത്തനം നടത്തുന്നവരല്ല. ഊർജ്ജ മേഖല, പെട്രോളിയം, ടെലികോം, റീറ്റെയിൽ എന്നിങ്ങനെ അംബാനിയുടെ കമ്പനി പ്രവർത്തനം നടത്താത്ത മേഖലകൾ ഇനി ബാക്കിയില്ല എന്ന് തന്നെ വേണം പറയാൻ. എന്നാൽ നിലവിലെ സ്ഥിതി മാത്രമല്ല, ബിസിനസ് ഒന്നുകൂടി വ്യാപിപ്പിക്കാനാണ് കമ്പനി ഇപ്പോൾ ഒരുങ്ങുന്നത്. ഇതിനായി പലവിധ പ്രവർത്തനങ്ങൾ അംബാനി കുടുംബം നടത്തിവരുന്നുണ്ട്. ജിയോയുടെ മുന്നേറ്റവും റിലയൻസ് റീറ്റെയിലിന്റെ പ്രവർത്തന വിപുലീകരണവുമൊക്കെ ഇത്തരത്തിൽ നടത്തിയ കാര്യങ്ങളായിരുന്നു. ഇപ്പോഴിതാ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡാറ്റാ സെന്റർ ഇന്ത്യയിൽ സ്ഥാപിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് മുകേഷ് അംബാനി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സേവനങ്ങൾക്കായുള്ള വർദ്ധിച്ചു വരുന്ന ആവശ്യം കണക്കിലെടുത്തുകൊണ്ട് റിലയൻസ് ലോകത്തിലെ ഏറ്റവും വലിയ ഡാറ്റാ സെന്റർ ഗുജറാത്തിലെ ജാംനഗറിൽ ആരംഭിക്കുന്നതിനാണ് ആലോചനകൾ നടക്കുന്നത്. ബ്ലൂംബർഗ് ആണിത് റിപ്പോർട്ട് ചെയ്തത്. ഇതിനായിട്ട് ഗ്രാഫിക് പ്രോസസർ, കമ്പ്യൂട്ടർ ചിപ്സെറ്റുകൾ തുടങ്ങിയവ നിർമ്മിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയായ എൻവിഡിയയിൽ നിന്ന് സെമി കണ്ടക്ടറുകൾ വാങ്ങും. US ആസ്ഥാനമായിട്ടുള്ള എൻവിഡിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയിലെ മുൻനിര കമ്പനികളിൽ ഒന്നുകൂടിയാണ്. 3 ജിഗാവാട്ട് ശേഷിയാണ് റിലയൻസ് ലക്ഷ്യമിടുന്നത് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഡാറ്റാ സെന്റർ പ്രവർത്തനക്ഷമമാകുന്നതോടെ 1 ഗിഗാവാട്ടിൽ താഴെ ശേഷിയുള്ള നിലവിലുള്ള ഏറ്റവും വലിയ ഡാറ്റാ സെന്ററിനെ അത് മറികടക്കുന്നതായിരിക്കും. പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളെ പരമാവധി ഉപയോഗിച്ചുകൊണ്ടായിരിക്കും റിലയൻസിന്റെ പുതിയ ഡാറ്റാ സെന്റർ ജാംനഗറിൽ പ്രവർത്തനം ആരംഭിക്കുക. സൗരോർജ്ജം, ഗ്രീൻ ഹൈഡ്രജൻ, കാറ്റിൽ നിന്നുള്ള ഊർജ്ജ പദ്ധതികൾ എന്നിവ ഇതിലുൾപ്പെടും. തടസ്സമില്ലാത്ത വൈദ്യുതി വിതരണം ഉറപ്പാക്കുന്നതിന് ബാറ്ററി, ഫോസിൽ ഇന്ധനങ്ങൾ തുടങ്ങിയ ഊർജ്ജ സ്രോതസ്സുകളും ഉപയോഗിക്കുന്നതായിരിക്കും. ജാംനഗറിലെ റിലയൻസിന്റെ ഡാറ്റാ സെന്റർ ഇന്ത്യയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക മാത്രമല്ല, ഇന്ത്യയുടെ നിലവിലുള്ള ഡാറ്റാ സെന്റർ ശേഷി 3 ഇരട്ടിയാക്കുകയും ചെയ്യും. അതേസമയം വലിയ സ്ഥാപനങ്ങളിലും കമ്പനികളിലും അവരുടെ വിലപ്പെട്ട ഡാറ്റകൾ സൂക്ഷിക്കുന്നതിനും പ്രോസസ്സ് ചെയ്യുന്നതിനും ആവശ്യക്കാർക്ക് വിവരങ്ങൾ നൽകുന്നതിനും വേണ്ടി നല്ല ശേഷി കൂടിയ ക്ഷമതയുള്ള സെർവറുകളും നെറ്റ്വർക്കിംഗ് ഉപകരണങ്ങളും ഉണ്ടാകും. ഇത്തരം ഉപകരണങ്ങൾ സൂക്ഷിക്കാനുള്ള ഒരു സ്ഥിരമായ സംവിധാനത്തെയാണ് ഡാറ്റാ സെന്റർ എന്ന് പറയുന്നത്. അതേസമയം മുകേഷ് അംബാനിയുടെ ഗാരേജിലെ റോൾസ് റോയ്സ് ശേഖരത്തിലേക്ക് പുതിയൊരെണ്ണം കൂടി. ഇത്തവണ ബുള്ളറ്റ് പ്രൂഫ് കള്ളിനാനാണ് രാജ്യത്തെ വ്യവസായ പ്രമുഖൻ സ്വന്തമാക്കിയിരിക്കുന്നത്. അംബാനി ഗാരേജിലെ ആദ്യത്തെ റോൾസ് റോയ്സ് SUV അല്ല ഇതെങ്കിലും സുരക്ഷാ കവചമുള്ള ആദ്യ വാഹനമെന്ന സവിശേഷത ഇതിനുണ്ട്. സിൽവർ ഷെയ്ഡിലുള്ളതാണ് ബുള്ളറ്റ് പ്രൂഫ് കള്ളിനാൻ. ഗ്രനേഡുകളെയും വെടിയുണ്ടകളെയും പ്രതിരോധിക്കാൻ തക്ക ശേഷിയുള്ളതാണ്. ക്യാബിനും റൂഫും ഫ്ലോറും, വിൻഷീൽഡും വിൻഡോകളും ഡോറുകളും ടാങ്കും സ്ഫോടനങ്ങളെ പ്രതിരോധിക്കുന്നതായിരിക്കും. മിലിറ്ററി ഗ്രേഡ് റൺ ഫ്ലാറ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ടയറുകൾ പഞ്ചറായാലും ഏറെ ദൂരം ഓടുന്നതായിരിക്കും. റോൾസ് റോയ്സിന്റെ നിരവധി വാഹനങ്ങൾ അംബാനിയുടെ ഗാരേജിലുണ്ടാകും. അതിൽ ഒന്നിലധികം കള്ളിനാൻ ബ്ലാക്ക് ബാഡ്ജ് എഡിഷനുകളും ഉൾപ്പെടുന്നുണ്ട്. റോൾസ് റോയ്സ് ഗോസ്റ്റ്, ഫാന്റം തുടങ്ങിയ വാഹനങ്ങളുടെയും നീണ്ട നിര മുകേഷ് അംബാനിക്കും കുടുംബത്തിനും സ്വന്തമായുണ്ട്. ബൈടർബോ 6.75 ലിറ്റർ V12 എഞ്ചിനാണ് കള്ളിനാനിൽ. 563 bhp കരുത്തും 850 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കും. ഉയർന്ന വേഗം 250 കിലോമീറ്ററാണ്. ഷോറൂം വില 7.99 കോടി രൂപ മുതൽ ആരംഭിക്കുന്നതുമായിരിക്കും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.